നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ഗവർണർ പ്രഥമ ദൃഷ്ട്യ ഇവർ തമ്മിൽ അകൽച്ചയിലാണ് എന്നുണ്ടെങ്കിലും അന്തർധാര സജീവമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുമെന്നുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ സമീപനങ്ങൾ ഏകദേശം സെയിമാണ്. രണ്ടുപേർക്കും പ്രതിഷേധങ്ങൾ തീരെ അങ്ങോട്ട് പറ്റില്ല. കറുപ്പിന്റെ സമീപമുണ്ട് എന്നുണ്ടെങ്കിൽ വല്ലാതെ പ്രകോപിതരാവുന്ന ആളുകളാണ് രണ്ടാൾക്കാരും. അതിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് പോലീസ് കൂടാതെ കാലാൾപ്പട കൂടെയുണ്ട്. അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കോളും. പ്രതിഷേധവുമായിട്ട് വരുന്ന ആളുകളെ തല്ലി ചതയ്ക്കാനായിട്ട് അവർ മുന്നിലുണ്ടാവും. എന്നാൽ ഗവർണർക്ക് അങ്ങനെ ഒരു കാലാൾ സേന RSSന്റെ സൈഡിൽ നിന്ന് ഇല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു പിണക്കം, പരിഭവം ഗവർണർ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് Z+ കാറ്റഗറി സെക്യൂരിറ്റി വേണമെന്നുള്ളത് പലപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ഗവർണർക്ക് ഒരു അഭിനിവേശമുണ്ട്, വല്ലാത്തൊരു അഭിനിവേശം. ഈ ക്രമസമാധാനം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ Z+ സെക്യൂരിറ്റിയുമായിട്ട് ഇങ്ങനെ നടുവിൽ കൂടെ മാസമായിട്ട് നടക്കണം. ഈ അഭിനിവേശം എന്ന് പറയുന്ന ഒരു കാര്യം തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രസ്താവനകൾ, ചില പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ നടത്താറുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ സാർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ, ബ്രണ്ണൻ കോളേജിൽ കൂടെ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, കത്തിയുടെ നടുവിൽ കൂടെ നടന്നു, ബോംബിന്റെ ഇടയ്ക്കൂടെ നടന്നു എന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു UP-കാരനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ പറയാനായിട്ടുള്ള എക്സ്പീരിയൻസുകൾ കേരളത്തിൽ നിന്ന് നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ എപ്പോഴും ഈ പറയുന്ന പ്രതിഷേധങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആരും മൈൻഡ് ചെയ്യോ? ആരും മൈൻഡ് ചെയ്യില്ല. ഇവിടെ ഈ ബാനറും പ്രതിഷേധവും മുറവിളിയൊക്കെയല്ലേ ഉള്ളൂ. വണ്ടിയെ തൊട്ടു, പിടിച്ചു, അത് അങ്ങനെയാണ്, എനിക്ക് പേടിയാണ് എന്നെങ്കിൽ മുട്ടായി തെരുവിലൊന്ന് പോയി നോക്കാം. ആരെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലും അക്രമം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ഒരു നമ്പറായിട്ട് ഉപയോഗിക്കാം എന്നീ ജൽപ്പനങ്ങളാണ് നമ്മുടെ പ്രിയ ഗവർണർക്ക്. ഒരു പക്വതയുമില്ലാതെ ആ ഒരു പ്രവൃത്തി പദത്തെ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും ഈ രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസേർവിംഗ് ആണ്. ഗവർണറെ ഈ രീതിയിൽ വഴിയിലേക്ക് ഇറക്കിയതിനകത്ത് വലിയ പങ്കുണ്ട് പിണറായി വിജയന്. അദ്ദേഹത്തിൻ്റെ ചില പക്വതയില്ലാത്ത പ്രവർത്തനങ്ങൾ, അണികളുടെ ചില പക്വതയില്ലാത്ത പ്രവർത്തനങ്ങൾ, SFIയുടെ ചില പ്രതിഷേധ രീതികൾ, പോലീസിൻ്റെ ചില അനാവസ്ഥ, അതൊക്കെ ഈ ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിൻ്റെ പണി എളുപ്പമാക്കുന്ന തരത്തിലേക്ക് വീണ് കിട്ടിയ ചില സംഗതികളാണ്. കുറെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ, സംഘപരിവാർ അനുകൂലികൾ, പ്രതിപക്ഷത്തുള്ള കുറേയധികം ആളുകൾ, അവരെല്ലാം പറയും ഈ ഗവർണർ ഇത്രയധികം പ്രകോപിതനാവുന്നത്, അദ്ദേഹം വഴിയിലേക്ക് ഇറങ്ങുന്നത്, ഇത്രയധികം പ്രശ്നമാവുന്നത് ഇവിടെയുള്ള മൊത്തത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥ കാരണമാണ്. ശരിക്കും ആ ഒരു അടിയന്തരാവസ്ഥയാണോ കാരണം? കോമൺ സെൻസ് ഉള്ള ആളുകൾക്കറിയാം, നോൺ BJP സ്റ്റേറ്റുകളിലെല്ലാം ഗവർണർമാർക്ക് ഇത് തന്നെയാണ് ഡ്യൂട്ടി. അവിടുത്തെ BJP നേതൃത്വം വളരെ ബോറായിട്ട് തുടരുകയും അവരെ കൊണ്ട് സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുന്ന സമയത്ത് ഗവർണർക്ക് എക്സ്ട്രാ ഡ്യൂട്ടി വരും. അപ്പോൾ അങ്ങനെ ഗവർണർ ആ ഒരു കോണകം തലയിൽ ചുറ്റുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഷോ ഓഫുകൾ വരുന്നത്. BJP അനുഭാവികൾ ഗവർണറെ ഇങ്ങനെ പൊക്കി മുകളിലോട്ട് കൊണ്ടുവന്ന സമയത്ത്, വിധേയത്വം കൊണ്ട് ഇങ്ങനെ മൂടുന്ന സമയത്ത് താഴെ വീണൊന്നും അല്ലാതെ നാണം കെടുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു കൂട്ടം ആളുകളുണ്ട് കേരളത്തിലെ BJP. അതിനകത്ത് ഒന്നും അല്ലാതാവുന്ന ഒരു വ്യക്തിയുണ്ട്, അത് സുരേന്ദ്രൻജിയാണ്. കാരണം സുരേന്ദ്രൻജിയാണ് ഗവർണർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ വേറെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് അറ്റകൈ പ്രയോഗമാണ്. കാരണം നോൺ BJP സ്റ്റേറ്റുകളിൽ അറ്റകൈ പ്രയോഗത്തിൽ ഗവർണർമാർ ഇറക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന പൊറാട്ട് നാടകങ്ങൾ. കേന്ദ്രത്തിൽ നിന്ന് കുറേയധികം ആളുകളെ കൊണ്ടുവരിക, ഇവിടെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ട് എന്നുള്ള പ്രതീതി ജനിപ്പിക്കുക, ഈ ഭരണവിരുദ്ധ വികാരമുള്ള ആളുകൾക്ക് കുറേയധികം സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ സുരേന്ദ്രൻജിക്ക് ഒന്നും പറ്റുന്നില്ല. സർക്കാരിനെതിരെ കൊണ്ടുവന്ന ഒരു സാധനം പോലും നിലനിൽക്കുന്നില്ല. വെറും കോമഡി പീസായി മാറിയ സമയത്താണ് ഗവർണർ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം മാക്സിമം നോക്കി, മിഠായി തെരുവിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ പോയി, അവസാനം ഈ നട റോഡിൽ FIRന് വേണ്ടി 2 മണിക്കൂർ കുത്തിയിരിക്കേണ്ടി വന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ള ആളുകൾക്കറിയാം അതിനകത്തൊന്നും ഒരു സംഗതിയില്ല. 2 മണിക്കൂർ കുത്തിയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഒരു ഗവർണർക്ക്? ഗവർണറുടെ ഈ ഒരു ഷോ കാണുന്ന സമയത്ത് അതിനോടുള്ള അതിവിധേയത്വവും അതിനോടുള്ള അതീവ ആരാധനയും കാണുന്ന സമയത്ത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിലെ BJP ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു കാലത്ത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ സമരങ്ങൾ ചെയ്യേണ്ടി വന്നത്? കാരണം തീവ്ര ഹിന്ദുത്വമുള്ള ആളുകൾക്ക്, സംസ്കാരം കാലങ്ങളായിട്ട് പിന്തുടർന്ന് ഇവർക്കാണ് കിട്ടുന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് ഭയങ്കര വിധേയത്വമാണ്, ഭയങ്കര രാജഭക്തിയാണ്, നിലത്ത് കിടന്ന് എഴയുകയാണ്. ഇപ്പോൾ അയോധ്യയിൽ അമ്പലം പണിതു, വലിയ അമ്പലങ്ങൾ വരുന്നു. ഈ അമ്പലത്തിൻ്റെ 7 ഇരത്ത് പോലും അടുപ്പിക്കാത്ത, ജാതിയിൽ താഴ്ന്നവനെന്ന് വിളിച്ചപമാനിച്ചിരുന്ന ആളുകൾ പോലും രാമക്ഷേത്രത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. അങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ സനാതന ധർമ്മത്തിൻ്റെ ജാതി വ്യവസ്ഥിതി അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ മുറവിളി കൂട്ടുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഏത് കിടയിലായിരിക്കും കിടക്കുന്നത്, എവിടെയായിരിക്കും കിടക്കുന്നത്, ഏത് താഴേക്കിടയിലായിരിക്കും കിടക്കുന്നത്? എന്നിട്ടും ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ തകർച്ച ആഗ്രഹിച്ച് ഒരു ഗവർണർ ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സമയത്ത് അവിടെ പോയി തൊഴുത് നിന്ന് ആരാധിക്കുകയാണ്. ഇവരുടെ വർത്തമാനങ്ങൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവേ അങ്ങ് അയച്ച മുഖ്യ സേവകൻ ആരിഫ് ജി ഇവിടെ
പ്രതിഷേധക്കാരുടെ ജനാധിപത്യത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധക്കാരുടെ ചില പ്രതിഷേധങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. താളത്ത് ഇറക്കണേ, രാജാവ് നേരിട്ട് ഇവിടം പിടിച്ചെടുക്കണേ, ഞങ്ങൾ ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നോളാവേ, ഞങ്ങൾക്ക് രാജഭരണമാണ് വേണ്ടത്, ഞങ്ങൾക്ക് വിധേയത്വമാണ് വേണ്ടത്. അതേപോലെ ഒരു വലിയ കൂട്ടം BJP അനുഭാവികളായിട്ടുള്ള ആളുകളായിരിക്കാം പ്രസിഡന്റ് ഭരണം വരണമേ, കേന്ദ്രം പിടിച്ചെടുക്കണമേ എന്നൊക്കെ കേണപേക്ഷിക്കുന്നത് കണ്ടു. എന്തൊരു ബോധമില്ലാത്തവന്മാരാണ്. ഒരു സംസ്ഥാനത്ത് എലക്ഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ, ജനാധിപത്യം ഫെയിലാവുന്ന സാഹചര്യത്തിൽ, അവിടെയുള്ള ജനങ്ങൾ തമ്മിലടിച്ച് കോണം വരുന്ന സമയത്ത്, ഒരു ഗതിയില്ലാത്ത സമയത്ത്, ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളുടെ കഴിവുകേടിൻ്റെ സമയത്താണ് പ്രസിഡന്റ് റൂളൊക്കെ വരുന്നത്. ഈ പ്രസിഡന്റ് റൂൾ എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള സംഗതിയൊന്നുമല്ല. കൂട്ടം കൂടാൻ പറ്റില്ല, നമുക്ക് സ്വൈര്യവിഹാരത്തിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും അമിത രാജഭക്തിയുള്ള പഴയ വിഴുപ്പുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് അതൊക്കെ എന്തോ വലിയൊരു സംഭവമാണ്. അത് തോന്നും. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന സമയത്ത്, ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ജീവിക്കുന്ന സമയത്ത്, ബുൾഡോസർ രാജൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഈ എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ അങ്ങനെ തോന്നും പ്രസിഡന്റ് റൂളൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത്. ഇമ്മാതിരി വിധേയത്വമുള്ള കാല് നക്കികൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത്ര ഫെയിലിയർ ആണ് എന്ന് സമ്മതിക്കുന്ന രീതിയിലേക്കാണ് ചില ആളുകൾ അവിടെ കിടന്നങ്ങോട്ട് മെഴുകുന്നത്. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയാണ്. ഇനിയിപ്പോൾ SFIയുടെ സമരം, ലക്ഷക്കണക്കിന് ആളുകൾ SFIയിൽ അംഗങ്ങളായിട്ടുണ്ട്. കുറച്ച് CRPFകാർ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രതിഷേധം, അതും ചിലർക്കെതിരെയുള്ള പ്രതിഷേധം ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. അല്ല, നിങ്ങളുടെ ഏമാൻ, മറ്റേ രാജാവ് അയച്ചിട്ടുള്ള ഏമാന് ഈ പറയുന്ന പരിപാടികൾ പറ്റില്ല, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം താങ്ങാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏമാൻ ആ ഒരു പദവി അലങ്കരിക്കരുത്. ഏമാൻ കേന്ദ്രത്തെ അറിയിക്കണം, ഞാൻ ഗവർണറായിട്ടിരുന്നോളാം, എനിക്കുള്ള ആ ഒരു ചുമതലയായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റണം, എനിക്ക് പ്രതിഷേധമൊന്നും പറ്റത്തില്ല. കുട്ടികളുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങൾ ആരാണ് കാണേണ്ടത്? ചിലറാണ് കാണേണ്ടത്. CRPF ഗവർണറുടെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ വിചാരിക്കുന്നത് എന്തോ കേന്ദ്രത്തിൽ നിന്ന് പട്ടാളം ഇറങ്ങി അതേപോലെ തന്നെ പ്രതിഷേധം നടത്തുന്ന ആളുകളെല്ലാം വെടിവെച്ച് കൊല്ലും എന്നൊക്കെ ഉള്ളതാണ്. പ്രതിഷേധിക്കാനുള്ള റൈറ്റ് ഇന്ത്യയിൽ എല്ലാ ആളുകൾക്കും ഉണ്ട്. കരിങ്കൊടി പ്രതിഷേധം പോലെയുള്ള സംഗതികൾ വളരെ സീരിയസ് ആയിട്ട് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്താനായിട്ടാണ് CRPFകാർ വന്നിരിക്കുന്നത്. അല്ലാതെ ജനാധിപത്യ സംവിധാനത്തിലുള്ള പ്രതിഷേധങ്ങളെ തച്ചുടയ്ക്കാനോ അടിച്ചമർത്താനോ ഒന്നുമല്ല. ഇതിലും വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇന്ത്യയിലുള്ള ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും യുവജനങ്ങളും ഒക്കെ മുന്നോട്ടേക്ക് വന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ വെറുതെ ഇതിലിറങ്ങി നടന്നാലും അദ്ദേഹത്തിന് ആരും ഒന്നും ചെയ്യില്ല. കാരണം ഇത് കേരളമാണ്. ആരും ഒന്നും ചെയ്യാത്തതുകൊണ്ടും ഒരു കുഞ്ഞു മണിക്കല്ല് പോലും തനിക്കെതിരെ വരാത്തതുകൊണ്ടും നല്ല പ്രഷർ കാണും. ആ ഒരു പ്രഷറിൽ നിന്ന് കാണിക്കുന്ന കോമഡി അട്രോസിറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് ഷോകളൊക്കെ. ശരിക്കും ഇതിനകത്ത് നമ്മളുടെ പല ഭരണ പരാജയങ്ങളെയും മൂടി വെക്കുന്ന തരത്തിലേക്കുള്ള ചില കോമഡികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് ഇത് ഗവർണറും മുഖ്യമന്ത്രിയും കൂടെ തമ്മിലുള്ള ഒരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചില ഭരണപരാജയങ്ങൾ ഈ കോമഡി ഷോ കാരണം മൂടി പോകുന്നുണ്ട് എന്നുള്ളത്. അത് ആളുകൾക്ക് സംശയം തോന്നും. അമ്മാതിരി കോമഡികളാണ്, ലോജിക്കില്ലാത്ത കോമഡികൾ. ഒരു കൂട്ടം ആളുകൾ മാത്രം തൃപ്തരാവും. അത് ഇവിടെയുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത, വിധേയത്വമുള്ള സംഘപരിവാർ അനുകൂലികൾ മാത്രം. പ്രസിഡന്റ് റൂൾ വരട്ടെ, കേന്ദ്രഭരണം വരട്ടെ, അടിയന്തരാവസ്ഥ വരട്ടെ എന്നൊക്കെ ഇവർക്കൊക്കെ ഇത്രമാത്രം ബോധമുള്ളതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്കിപ്പം വന്ന് പറയുകയാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയാണ്, അല്ലെങ്കിൽ മോഡിജി പറയുകയാണ്, തിരുവിതാംകൂർ രാജവംശത്തിന് അധികാരം ഏൽപ്പിച്ചാലോ, ഓ അമ്പറ, അത് പൊളിച്ചമ്പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ള സംഖ്യകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുള്ള സാധ്യതയുണ്ട്. രാജഭരണത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് പല ആളുകളും ആഗ്രഹിക്കുന്നത്. ഇത് ഇവരുടെ കോമൺ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ഇവരുടെ കയ്യിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്കൂള് വേണ്ട, ഹോസ്പിറ്റൽ വേണ്ട, മന്ദിർ ചാഹിയേ എന്ന് സംഖ്യകൾ അവിടെ കിടന്ന് കൂട്ടാൻ നിലവിളി വിളിച്ചത്. അവർക്ക് അതൊക്കെ മതി. ആരെങ്കിലും ഭരിക്കാൻ മതി. ഭരിക്കപ്പെടാനായിട്ട് നമ്മൾ റെഡിയാണ്. ജനാധിപത്യ സംവിധാനം. ഇവിടെ ഈ പറയുന്ന ജനങ്ങൾ, മജോറിറ്റി ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അവിടെ എന്തെങ്കിലും പ്രതിഷേധം അറിയിക്കണം, ഭരണത്തെ താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളോ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങണം. അത് ഇറങ്ങത്തുമില്ല. അത് ഇറങ്ങാനായിട്ടുള്ള കഴിവ് ഇവിടെയുള്ള ആളുകൾക്ക് ഇല്ല. അപ്പോൾ പറയും ശരിയാണ്, മറ്റേ രക്ഷാപ്രവർത്തനക്കാർ വന്ന് പേടിപ്പിക്കും. അങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പേടിക്കാൻ നിൽക്കാതെ പ്രതിഷേധിച്ച് ഭരണത്തെ താഴെ ഇറക്കാനായിട്ട് നോക്കണം. അല്ലാതെ ഞങ്ങൾ കഴിവുകെട്ടവരാണെന്ന് പറഞ്ഞ് കേന്ദ്രം ഇടപെടണം എന്നുള്ളതല്ല പറയേണ്ടത്. എന്തൊരു ബോധമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.